എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുറുക്കുകാളൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സദ്യയ്ക്ക് ഒഴിച്ചുകൂട്ടാനാവാത്ത മറ്റൊരു വിഭവമാണ് കുറുക്കുകാളൻ. അപ്പോൾ ഇന്ന് നമുക്ക് കുറുക്കുകാളൻ എങ്ങനെ വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുക്കറാണോ ഉള്ളത്. സാധാരണ പണ്ട് കാലത്ത് കൽച്ചട്ടിയൊക്കെ അല്ലേ, അതിനകത്താണ് സാധാരണ കുറുക്കുകാളൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമുക്കൊരു കുക്കറിൽ തന്നെ ഉണ്ടാക്കാം. കുക്കറാകുമ്പോൾ നല്ല കട്ടിയായിരിക്കുമല്ലോ അടിയിൽ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ചേന വേണം, അതുപോലെ തന്നെ പച്ച ഏത്തയ്ക്ക. അതെല്ലാം നമുക്കിത് ഇതേപോലെ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞ് എടുക്കേണ്ടത്. പിന്നെ കുറച്ച് പച്ചമുളകും വേണം. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം കുറുക്കുകാളൻ ഉണ്ടാക്കണം എന്നുള്ളതിനനുസരിച്ച് വേണം ഈ കഷ്ണങ്ങളുടെ അളവ് കൂട്ടാനും. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 10-25 പേർക്കോളം ഉള്ള കുറുക്കുകാളനാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കഷ്ണങ്ങൾ കൂട്ടിയെടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഉണ്ടാക്കുമ്പോൾ ഇത്രയും കഷ്ണത്തിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ പകുതി കഷ്ണം മാത്രം മതി. അതൊരു ഏത്തയ്ക്കയും ഒരു ചേനയുടെ കുറച്ച് പാറും, അത്രയും മാത്രം നമുക്ക് മതിയായിരിക്കും. ഇത് ഞാൻ കുറേ ഉണ്ടാക്കുന്ന കാരണമാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതൊന്ന് പ്രത്യേകം മനസ്സിൽ വയ്ക്കുക. അപ്പോൾ അത്ര എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. നല്ല സ്മെല്ല്, നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് ഇത്രയും കഷ്ണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്നതിന് അളവിനനുസരിച്ച് വേണം കുരുമുളക് പൊടിയുടെ അളവും കുറയ്ക്കാൻ വേണ്ടി. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേവാനുള്ള വെള്ളം. ചേനയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ കായൊന്ന് വേവാനുള്ള താമസമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ച് എടുക്കാം. അപ്പം ഞാനിപ്പം അതായത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കത്ത വിധത്തിലുള്ള വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ എത്രത്തോളം കഷ്ണം എടുക്കുമോ അത്രയും കഷ്ണത്തിന് മുങ്ങിക്കിടക്കത്ത വിധത്തിലുള്ള വെള്ളം. ഞാൻ അതുകൊണ്ടാണ് ഒന്നുകൂടി എടുത്തെടുത്ത് പറയുന്നത്. ഇത് എൻ്റെ കഷ്ണങ്ങൾ വളരെ കൂടുതലുണ്ട്. ഇത് ഞാൻ ഏകദേശം ഒരു 25-30 പേർക്കുള്ള കുറുക്കുകാളനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുള്ളപ്പം അതനുസരിച്ചുള്ള വെള്ളവും ചേർക്കുക. അതുപോലെ തന്നെ കായും നമ്മുടെ ചേനയെല്ലാം അങ്ങനെ ചേർക്കാവും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില, ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കണം, നല്ലതായിരിക്കും. നല്ല ഫ്രഷ് കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ നല്ല ഫ്ലേവറായിരിക്കും നമ്മുടെ കറിക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കുറേ വെള്ളം, നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം അതിനകത്തുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ വറ്റിച്ചെടുക്കാൻ വേണ്ടി ഒന്നുകൂടെ തീ സിമ്മിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളം അതിനകത്ത് കിടന്നങ്ങ് വറ്റിക്കോളും. നമുക്കൊന്ന് അടച്ചു വെച്ച് തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് വറ്റുന്ന സമയം കൊണ്ട്, അത് ഈ വെള്ളം വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ചേർക്കാനുള്ള തേങ്ങയും കൂടെ അരച്ച് ചേർക്കാം. അപ്പം എന്തൊക്കെയാണ് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഞാനിപ്പം തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു 1.5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെയാണ് അത്ര എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു അരമുറി തേങ്ങയുടെ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് കഷ്ണം എടുക്കുമ്പോൾ അരമുറി തേങ്ങയുടെ ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകം, അതൊക്കെ നിങ്ങൾ അരമുറി തേങ്ങ എടുക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരമുറി തേങ്ങ എടുക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെയും ഒരു 1/4 ടീസ്പൂണ് ജീരകത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അത്രയും എടുത്തിട്ട് നമുക്ക് നന്നായിട്ടിത് അരച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടല്ലേ, ഇപ്പം നമ്മുടെ കായുടെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ടത് വെന്ത് വന്നിട്ടുമുണ്ട്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കായുടെയും ചേനയുടെയും പരുവെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. തൈരാണ് ഇത് മെയിനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തൈരാണ്. തൈര് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തു. അധികം പുളിയില്ലാത്ത തൈരാണ്. നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുന്ന തൈരുണ്ടല്ലോ, അതാണ്. അധികം പുളിയൊന്നും ഇല്ലാത്ത തൈര്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്തായിരുന്നു. അത് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം സാധാരണ നമ്മൾ എല്ലാവർക്കും അറിയാം, തൈരൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് തിളപ്പിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കുറുക്കുകാളനകത്ത് നമ്മൾ ശരിക്കും തൈര് തിളപ്പിച്ച് നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കുറുക്കുകാളെന്ന് പറയുന്നത് തന്നെ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ അധിക നേരം ഇങ്ങനെ ഇളക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട്
ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പം ഉപ്പിൻ്റെ അളവ് ഇപ്പോൾ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നാലേ ഇത് നന്നായിട്ടിത് നല്ല കുറുകി വറ്റി വരത്തുള്ളൂ. അപ്പം ഇളക്കുന്ന കാര്യം നിങ്ങൾ മറക്കല്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഒന്ന് നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന തൈര്, അതായത് നമ്മൾ ഒഴിച്ചു കൊടുത്ത മോര്, അത് നന്നായിട്ട് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, കണ്ടല്ലേ. അപ്പോൾ ഈ സമയത്ത് വേണം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇനി നമുക്ക് ഈ തേങ്ങയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല പേസ്റ്റ് പോലാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ല, ഇപ്പോൾ തന്നെ കണ്ട് നമ്മൾ ഒഴിച്ചെടുത്ത തൈരൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിന് കുറുക്ക് കാളൻ എന്നുള്ള പേര് കിട്ടിയിരിക്കുന്നത്. ശരിക്കും നമ്മുടെ കാളനെ നമുക്ക് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തീയെ ചെറിയ സിമ്മിലിട്ട് നമ്മൾ കൊടുത്താൽ മതി. അവലിനെ ചേർത്ത് നന്നായിട്ട് ഇളക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അടിയിലൊക്കെ വറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിനകത്തേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളിൻ്റെ ആവശ്യമുണ്ട്. ഒരു നുള്ളു ഉലുവാപ്പൊടിയോടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുറുക്കുകളിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തീ സിമ്മിലാണ്, അതുകൊണ്ട് തന്നെ അടിയിലൊന്നും വറ്റി പിടിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇതൊരു ഓപ്ഷനിലാണ്, പക്ഷേ നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്നതിനകത്ത് നെയ്യൊക്കെ ചേർത്ത് കുറുക്കാളനായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇത്തിരി അധികമൊന്നും വേണ്ട, ഒരു അര ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ നെയ്യ് നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചേർത്ത് ഇളക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ കടുക് താളിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ കടുക് താളിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കടുകൊക്കെ നന്നായിട്ട് കുറേ കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകും കടുകും കുഞ്ഞുള്ളിയും നന്നായിട്ട് മൂപ്പിച്ച് നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുറുക്കാളൻ ഇവിടെ റെഡിയാണ്. കണ്ടില്ലേ, നന്നായിട്ട് കുറുകിയല്ലേ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് ആറി കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ നമ്മുടെ സദ്യ, അതായത് ഇലയിൽ ഒഴിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഇത് ഇങ്ങനെ ഒഴുകിയൊന്നും പോകത്തില്ല. നല്ല കട്ടി, നമ്മുടെ അവിയലൊക്കെ ഒഴിച്ചു കൊടുക്കത്തില്ല, അതേപോലെ തന്നെ നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളമായിട്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് പരുവത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കാളൻ എപ്പോഴും തലേന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റുമായിരിക്കും, നന്നായിട്ട് കട്ടിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അതല്ല നിങ്ങൾ ആ ദിവസം തന്നെയാണ് ഉണ്ടാക്കുന്നത് തന്നെ, സദ്യയിലുള്ള ആ ദിവസം തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ സദ്യയുടെ സമയം നമ്മൾ ചോറൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നല്ല തണുത്ത് നല്ല കുറുകി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുറുക്കാളിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലിൽ കുഞ്ഞു ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.